നമുക്കിന്ന് മരണത്തെപ്പറ്റി സംസാരിക്കാം. മൈ നെയിം ഇസ് ബെബറ്റോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. മരണമെന്നുള്ളത് നമുക്കാർക്കും കേൾക്കാൻ ആഗ്രഹമില്ലാത്ത അല്ലെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹമില്ലാത്ത, ചർച്ച ചെയ്യാൻ ആഗ്രഹമില്ലാത്തൊരു വിഷയമാണ്. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മരണം, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതിന് പല വൈകാരികമായിട്ടുള്ള മാനങ്ങളും ഉണ്ട്. നമുക്കത് പലർക്കും നമ്മുടെ ഭാര്യയാവാം, ഭർത്താവാം, മക്കളാവാം, അല്ലെങ്കിൽ മുത്തച്ഛൻ, മുത്തശ്ശി ഇവരൊക്കെ ആയിരിക്കാം. ഇവരുടെയൊക്കെ മരണം ഒരു നികത്താനാകാത്തൊരു വിടവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അവരുമായി ബന്ധപ്പെട്ട ഓർമ്മകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മരണം എന്നുള്ളത് ഭയങ്കര വൈകാരികമായിട്ട് നമ്മൾ സമീപിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മരണത്തെപ്പറ്റി സംസാരിക്കുക എന്ന് പറയുന്നത് നമുക്കത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കാൻ താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. പക്ഷെ മരണം എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു അനിവാര്യതയാണെന്നുള്ളതാണ് സത്യം. ജനിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു ദിവസം നമ്മളെല്ലാവരും മരിക്കും. അതിനെ നമുക്ക് ആർക്കും പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല. നമ്മൾ മനുഷ്യന്മാരാരും ചിരഞ്ജീവികളല്ല. മെഡിക്കൽ സയൻസിന് മരണത്തെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ മരണം ഇല്ലാതാക്കാൻ പറ്റുന്നൊരു ലെവലിലോട്ട് മെഡിക്കൽ സയൻസ് ഇതുവരെ വളർന്നിട്ടില്ല. സോ അതൊരു ഇവൻച്വലി സംഭവിക്കുന്നൊരു കാര്യമാണ്, അതൊരു അനിവാര്യതയാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. പലപ്പോഴും വൈകാരികമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം പോകേണ്ട കാര്യം ഇതാണ്, ഇതൊരു അനിവാര്യതയാണെന്നുള്ള സംഗതി. ഞാനിപ്പോൾ എന്താ മരണത്തെപ്പറ്റി സംസാരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പിന്നെ അതിനെപ്പറ്റി പറയാം. പലപ്പോഴും നമ്മൾ വളരെ സിക്കായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഫേസിലൊരു രോഗിയെ നമ്മളൊരു ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ലെവലുണ്ട്. എന്ത് കൊടുത്തിട്ടാണെങ്കിലും, എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും അവിടുത്തെ സ്റ്റാഫ്, ഡോക്ടേഴ്സ് ആവട്ടെ, നഴ്സസ് ആവട്ടെ, ഈ രോഗിയെ രക്ഷിച്ചെടുക്കും എന്നുള്ള സംഗതി. പക്ഷെ അതെല്ലായ്പ്പോഴും പോസിബിൾ അല്ല എന്നുള്ളതാണ് സത്യം. പല കാരണങ്ങളുണ്ട് അതിന്. അതിൽ പ്രധാനമായിട്ടുള്ളൊരു കാരണമാണ് ആ ഒരു രോഗിക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സും അതിനുശേഷമുള്ള ഇൻറ്റൻസീവ് കെയറും ഒക്കെ സർവൈവ് ചെയ്യാൻ പറ്റുമോ, അതിനുള്ള ആളുടെ നോർമൽ ഫിസിയോളജി അല്ലെങ്കിൽ ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് അയാളുടെ രോഗാവസ്ഥകൾ, മറ്റ് കാര്യങ്ങളൊക്കെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഏതൊരു വ്യക്തിക്കും എല്ലാവിധ അഭിമാനബോധത്തോടു കൂടിയും ഡിഗ്നിറ്റിയോടും കൂടിയും ജീവിക്കാനുള്ള അവകാശങ്ങൾ ഉള്ളതുപോലെ തന്നെ മരിക്കാനും, മാന്യമായി മരിക്കാൻ, ആ ഒരു ടേം എത്രമാത്രം സുപരിചിതമെന്ന് അറിയില്ല, ഡിഗ്നിറ്റിയോടുകൂടെ മരിക്കാൻ എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. ആ ഒരു അവകാശം എല്ലാവർക്കും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ നീതിബോധം അത്തരത്തിലുള്ള ഒന്നാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ നീതിബോധവുമായി അലൈൻ ചെയ്തു പോകുന്ന ഒന്ന് രണ്ട് വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ MBBS പാസ് ഔട്ട് ആയതിനു ശേഷം ഒരു 4 വർഷം നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ UK വന്നു. UK ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് സൊസൈറ്റികളും മരണത്തെ നേരിടുന്ന രീതി അല്ലെങ്കിൽ മരണത്തെ അഭിമുഖീകരിക്കുന്ന രീതിയിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഓഫ് കോഴ്സ് ഇത് ഇൻഡിവിജ്വൽ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓവർലാപ്പ് ചെയ്യും. പക്ഷേ ആസ് എ ഹോൾ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക്, സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ UK ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മരണത്തെ സംബന്ധിച്ച് ഒരു ബ്രേക്കിംഗ് ദ ബാഡ് ന്യൂസ് എന്ന് പറയും. ഇപ്പോൾ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കളെ ഈ വിവരം അറിയിക്കുക, ആ വാർത്ത അവരിലോട്ട് എത്തിക്കുക എന്നുള്ള ഒരു സംഗതി. പിന്നെ എന്തെങ്കിലും ഒരു ടെർമിനൽ ഇൽനെസ്, അതായത് നമ്മൾ എത്ര ചികിത്സിച്ചിട്ടും കാര്യമില്ല, ഇത് ചികിത്സയുടെ സ്കോപ്പിന് അപ്പുറത്തോട്ട് ഈ രോഗം പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്, ഈ നമ്മൾ ചികിത്സിച്ചിട്ടും ആക്റ്റീവ്ലി ചികിത്സിച്ചിട്ടും കാര്യമില്ല എന്നൊരു വാർത്ത അവരെ അറിയിക്കുക എന്നുള്ളത്. അതിപ്പോൾ രോഗിയാവാം, രോഗിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അവരുടെ അടുത്ത ബന്ധുക്കളെ ആവാം, അവരൊക്കെ അറിയിക്കുക എന്ന് പറയുന്നത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിരുന്നു വന്ന സമയത്ത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതൊരു ഡിഫിക്കൽട്ട് കോൺവെർസേഷനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരാൾക്കും, ഒരു ഡോക്ടർക്കും അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ സ്റ്റാഫിനോ അത് ഈസി ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരാളുടെ അടുത്ത് പോയിട്ട് നമ്മൾ ഒരു പേഷ്യൻ്റെ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ബന്ധുക്കളുടെ അടുത്ത് പോയി നമ്മൾ പറയാണ് അദ്ദേഹം മരിച്ചുപോയി, അവർ മരിച്ചുപോയി, അല്ലെങ്കിൽ ഇനി നമ്മൾ ചികിത്സിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തു, ഇനി ചികിത്സിച്ചുകൊണ്ടും ഉപകാരം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്നുള്ളൊരു ന്യൂസ് ഡിസ്ക്ലോസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അത് ഏത് ജൂനിയർ ഡോക്ടർക്കായാലും ഏതൊരു എക്സ്പീരിയൻസ് ക്ലിനിഷ്യനായാലും അത് ഇമോഷണലിയും വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള, ഡ്രെയിനിങ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. ആരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല അത്. പക്ഷേ നമുക്കത് ചെയ്യേണ്ടി വരും. നമ്മുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് നമുക്കത് പലതവണയായിട്ട് പല സമയങ്ങളായിട്ട് നമുക്കത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ എൻ്റെ പേടിയോ അതായിരുന്നു, എങ്ങനെ ഇവർ റിയാക്ട് ചെയ്യും. കാരണം നമ്മളൊരു പുതിയ രാജ്യത്തോട്ട് വരികയാണ്, അവിടെ വർക്ക് ചെയ്യുകയാണ്, അവിടുത്തെ സിസ്റ്റമൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് വരുമ്പോൾ ഇങ്ങനൊരു വാർത്ത നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാണ്, വി ആർ ബ്രേക്കിംഗ് ദ ബാഡ് ന്യൂസ്. അതവരെങ്ങനെ എടുക്കും, അല്ലെങ്കിൽ അവരതിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതൊക്കെ ഒരുപാട് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു.
പക്ഷേ പിന്നെ അത് പലതവണയായിട്ട് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. വാർഡിൽ വർക്ക് ചെയ്യുമ്പോഴും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോഴും പിന്നെ പലപ്പോഴായിട്ട് അത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയുള്ളൊരു കാര്യം, ഭൂരിഭാഗം ആളുകളും കുറച്ചുകൂടെ ആക്സെപ്റ്റിംഗ് ആണ്. ഒരു ഭീകരമായിട്ടുള്ള, ഓഫ് കോഴ്സ് അവർക്ക് വിഷമമുണ്ടാവും, അവർ ചിലപ്പോൾ കരയുമായിരിക്കും. ഇതൊക്കെ ഒരു നോർമൽ ഗ്രീഫ് റെസ്പോൺസാണ്. നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ മരണം അല്ലെങ്കിൽ മോശകരമായിട്ടുള്ളൊരു വാർത്ത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേദന ഉണ്ടാവും, അവർ കരയും. ഇതൊക്കെ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരുടെയും ഇമോഷൻസ് സെയിമാണ്. അപ്പോൾ അവർക്ക് ആ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും ഒരു ബാക്ക്ലാഷോ അല്ലെങ്കിൽ ഒരു ആക്രമണമോ അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടത്തിൻ്റെ പരമായിട്ടുള്ളൊരു ലിഞ്ചിങ്ങോ അങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് ടേംസ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് സിസ്റ്റംസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഇത് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. നാട്ടിലും ഇപ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധ നേടി വരുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ. അതിലൊന്നാണ് DNA CPR, ഡു നോട്ട് റെസിസ്റ്റേറ്റ്. രണ്ടാമത്തെ വാക്കാണ് എൻഡ് ഓഫ് ലൈഫ് കെയർ. മൂന്നാമത്തെ വാക്കാണ് അഡ്വാൻസ് കെയർ പ്ലാനിങ്. ഇത് ഓരോന്ന് എന്തൊക്കെയാണെന്ന് പറയാനാണ് ഞാൻ പ്രധാനമായിട്ടും, അല്ലെങ്കിൽ ഈ വാക്കുകളോടൊന്ന് നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്താണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഡു നോട്ട് റെസിസിറ്റേറ്റ് എന്നുള്ളൊരു സംഭവം എന്ന് പറയുന്ന ഒരു ലീഗലി ബൈൻഡിങ് ഡോക്യുമെൻ്റാണ്. ഏതെങ്കിലും കാരണവശാൽ ഒരു രോഗി കാർഡിയാക് അറസ്റ്റിൽ അല്ലെങ്കിൽ ഹൃദയം ഇടിപ്പ് നിലയ്ക്കുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർക്ക് CPR കൊടുക്കില്ല എന്നുള്ളൊരു ഡോക്യുമെൻറ്റഡ് എവിഡൻസ് ആണ് ഈ ഡു നോട്ട് റെസിസ്റ്റേറ്റ് എന്നുള്ള DNA CPR ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സിനിമകളിലും സീരീസുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ CPR എന്നുള്ള പരിപാടി എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ടും കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇത് കൊടുക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ CPR എന്ന് പറയുന്നത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. കാരണം നമ്മളൊരാളുടെ ചെസ്റ്റ് കംപ്രഷൻസ് കൊടുക്കുന്ന കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് നല്ല ഫോഴ്സിലാണ് ഈ കംപ്രഷൻസ് കൊടുക്കുന്നത്, നല്ല സ്പീഡിലുമാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അത് കിട്ടുന്ന ആൾക്ക് അത്ര സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല ഈ CPR എന്ന് പറയുന്നത്. അയാളുടെ റിബ്സ്, വാരിയലുകളൊക്കെ ഫ്രാക്ചർ ആവാൻ വരെ സാധ്യതയുള്ളൊരു സംഗതിയാണ് ഈ CPR എന്ന് പറയുന്നത്. അതൊന്ന്. ഇനിയിപ്പോൾ CPR കൊടുത്തതുകൊണ്ട് ഒരാൾ രക്ഷപ്പെടും അല്ലെങ്കിൽ എത്ര ശതമാനം പേര് രക്ഷപ്പെടും എന്നുള്ളതിനെ അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻസ് ലെവൽ എന്തോരം നമ്മുടെ ആളുകൾക്ക് ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ പലതരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഇപ്പോൾ UK സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ വെളിയിൽ ഒരാൾ കാർഡിയാക് അറസ്റ്റിലോട്ട് പോയി അയാളെ CPR കൊടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച് അയാളുടെ ജീവൻ തിരിച്ചു കിട്ടാനുള്ള ശതമാനം എന്ന് പറയുന്നത് 10-15% ഇടയിലാണ്. അത്രയും പേരെ സർവൈവ് ചെയ്യുള്ളൂ ഈ CPR. ഹോസ്പിറ്റലിൻ്റെ അകത്ത് വെച്ചിട്ട്, ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സസ് ഉണ്ട്, എയർവേ നോക്കാനായിട്ടുള്ള അനസ്തറ്റിക് ടീമുണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഉള്ളപ്പോൾ തന്നെ CPR കൊടുത്തത് സർവൈവ് ചെയ്യാനുള്ള റേറ്റ് എന്ന് പറയുന്നത് ഒരു 20-40% ഇടയിൽ മാത്രമേ വരുന്നുള്ളൂ. അതായത് 50% പോലും സക്സസ് റേറ്റ് CPRന് അവകാശപ്പെടാനില്ല. പക്ഷേ അതൊരു മോശം കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത്. അത് വളരെ വാല്യൂബിൾ ആയിട്ടുള്ളൊരു ടൂളാണ് ഒരാളുടെ ജീവിതം രക്ഷിക്കുന്ന കാര്യത്തിൽ. പക്ഷെ അതിനും ലിമിറ്റേഷൻസ് ഉണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ DNA CPR ഒരാൾക്ക് കാർഡിയാക് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് റെസിസിറ്റേഷൻ കൊടുക്കണ്ട അല്ലെങ്കിൽ CPR കൊടുക്കണ്ട എന്നുള്ളൊരു തീരുമാനം പ്യുവർലി അതൊരു മെഡിക്കൽ ടീമിൻ്റെ തീരുമാനമാണ്. എന്നാൽ പോലും നമ്മൾ ഈ കാര്യം ഡിസ്കസ് ചെയ്യും. പേഷ്യൻറ്റിൻ്റെ അടുത്തും, പേഷ്യൻറ്റിനിപ്പോൾ ഡിമെൻഷ്യ ഇല്ല അല്ലെങ്കിൽ മറ്റ് ഓർമ്മക്കുറവോ അല്ലെങ്കിൽ കൺഫ്യൂഷനോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഈ കാര്യം ആ പേഷ്യൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ അതൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവരടുത്തും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ കൊടുക്കാവുന്ന പരമാവധി ട്രീറ്റ്മെൻറ്റ് ഇദ്ദേഹത്തിന് കൊടുക്കും. ഇൻ കേസ് ഇദ്ദേഹത്തിൻ്റെ ഹൃദയം ഇടിപ്പ് നിലച്ച് കഴിഞ്ഞാൽ നമ്മൾ CPRുമായിട്ട് മുന്നോട്ട് പോവില്ല. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത് ഈ വ്യക്തിക്ക് ഒരുപാട് കോമോർബിഡിറ്റീസ് ഉണ്ട്, ഒരുപാട് അസുഖങ്ങൾ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അല്ലെങ്കിൽ ഇയാളുടെ ക്ലിനിക്കൽ ഫ്രൈലിറ്റി സ്കോർ എന്നൊക്കെ പറയുന്നത് അതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല. അപ്പോൾ അത് വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ഇയാളിത് CPR എന്നുള്ള ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് ഇയാൾ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കുറവാണെന്നുള്ളൊരു തോന്നൽ, ആ ഒരു എവിഡൻസിൻ്റെ ഒക്കെ പുറത്താണ് നമ്മൾ ആ ഒരു ഡിസിഷനിലോട്ട് എത്തുന്നത്. ഇതൊരു ഡിഫിക്കൽട്ട് കോൺവെർസേഷനാണ്. നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് കോൺഷ്യസ് ആയിട്ടുള്ള അലേർട്ടായിട്ടുള്ളൊരു രോഗിയുടെ അടുത്ത് പോയിട്ട് ഞങ്ങളെല്ലാം ചെയ്യും, ഇൻ കേസ് നിങ്ങളുടെ ഹൃദയമിടിപ്പ് നിലച്ചാൽ നിങ്ങൾ CPR ചെയ്യില്ല, ബിക്കോസ് അത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണുള്ളതെന്നുള്ളൊരു കോൺവെർസേഷൻ ഒരു രോഗിയോട് അടുത്ത് നടത്താമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെയാണ് ബന്ധുക്കളുടെ അടുത്തും. പക്ഷെ ഭൂരിഭാഗം പേരും അത് ആക്സെപ്റ്റിംഗ് ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണക്കുകൾ നമ്മളുടെ അടുത്ത് പറയുന്നത് CPRൻ്റെ സക്സസ് റേറ്റ് 50% താഴെയാണെന്നാണ് ഹോസ്പിറ്റൽസിൽ. അപ്പോൾ CPR കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിബ് ഫ്രാക്ചർ ഉണ്ടാവാം, അത് കാരണമുള്ള ബ്ലീഡിങ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും, ഇത്രയും റിസ്ക് ഉണ്ട്. ഇതൊക്കെ കൊടുത്തിട്ട് ഇയാളെ റിവൈവ് ചെയ്താലും ഇയാളുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. നമുക്ക് ജീവൻ മാത്രം നിലനിർത്തിക്കൊണ്ട് ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
ഒരാൾ ശ്വസിക്കുന്നുണ്ട്, ഭക്ഷണം അല്ലെങ്കിൽ ട്യൂബ് വഴി എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്, ഫ്ലൂയിഡ്സ് പോകുന്നുണ്ട്, പൾസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം ഒരാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമ്മൾ ഉറപ്പുവരുത്തുന്നില്ല. അയാൾക്കൊരു നോർമൽ ജീവിതം ജീവിക്കാൻ പറ്റണം എന്നുള്ളൊരു സംഗതി അല്ലെങ്കിൽ ആ ഒരു കൺസിഡറേഷൻ എപ്പോഴും നമ്മൾ റിസസിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ വയ്ക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ ഇവിടെ വളരെ കോമൺ ആയിട്ട് നടക്കുന്നൊരു കാര്യമാണ് ഹോസ്പിറ്റൽസിൽ. അതിൻ്റെ ഒരു യുക്തിയും കാര്യങ്ങളൊക്കെ എത്രമാത്രം നമുക്ക് മനസ്സിലാവും എന്നറിയില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതേ കോൺവെർസേഷൻ അത്ര എളുപ്പമുള്ളതായിരിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം അത് പറയുമ്പോഴും ബന്ധുക്കൾ ഭയങ്കര വൈകാരികമായിട്ട് വരും. അതൊന്നും പറ്റില്ല, ഫുൾ CPR കൊടുക്കണം, ICU വേണം, വെന്റിലേറ്റർ വേണം, ഞങ്ങൾക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യണം എന്നുള്ള തരത്തിലുള്ള വാദങ്ങളും വാശികളും അത് ഒരു വൈകാരികതയിൽ നിന്ന് വരുന്നതാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനുള്ള സാധ്യത നാട്ടിൽ വളരെ കൂടുതലാണ്. പക്ഷേ വാട്ട് ആർ വി ട്രൈങ് ടു അച്ചീവ് വിത്ത് ഇറ്റ്? അതാണ് അവിടെ ചോദ്യം. നമ്മളത് കൊടുത്തിട്ട് ഒരാൾക്ക് പൾസ് കിട്ടി അല്ലെങ്കിൽ അയാൾ ബ്രീത് ചെയ്ത് തുടങ്ങിയതുകൊണ്ട് മാത്രം അയാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിൽ തുടർന്ന് അങ്ങോട്ടുള്ള എത്ര നാളാണുള്ളത്, ചിലപ്പോൾ ദിവസങ്ങളാവാം, മാസങ്ങളാവാം, ആ ഒരു ലൈഫ് പീരീഡിൽ അയാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എത്രമാത്രം കോംപ്രമൈസ്ഡ് ആണെന്നുള്ളത് നമ്മൾ പലപ്പോഴും കാണാറില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് മരിക്കുമ്പോഴും ആ ഒരു ഡിഗ്നിറ്റിയോടുകൂടെ പരമാവധി വേദനരഹിതമായിട്ട് സമാധാനത്തോടുകൂടെ മരിക്കാനുള്ളൊരു സാഹചര്യം കൂടെ ഉണ്ടായി വരണം എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പോയിൻറ്റ്. രണ്ടാമത്തെ കാര്യമാണ് എൻഡ് ഓഫ് ലൈഫ് കെയർ എന്ന് പറഞ്ഞ സംഭവം. ഇതൊരു പാലിയേറ്റീവ് കെയർ എന്നുള്ള സംഗതിയാണ്. അത് പക്ഷേ അതും ഈ പറഞ്ഞ പോലെ അത്രയും പോപ്പുലറായിട്ടുള്ളൊരു സംഗതിയല്ല. കുറേ പേര് വാക്കുകൾ കേട്ടിട്ടുണ്ട്, പക്ഷേ പാലിയേറ്റീവ് കെയർ കൊണ്ടോ എൻഡ് ഓഫ് ലൈഫ് കെയർ കൊണ്ടോ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പലർക്കും അറിയാൻ വഴിയില്ല. ഇപ്പോൾ പാലിയേറ്റീവ് കെയറിൽ ബേസിക്കലി അല്ലെങ്കിൽ എൻഡ് ഓഫ് ലൈഫ് കെയറിൽ ബേസിക്കലി ചെയ്യുന്നത്, എൻഡ് ഓഫ് ലൈഫ് കെയറിൻ്റെ കാര്യം മാത്രമാണ് കേട്ടോ പറയുന്നത്, അത് പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അത് മാത്രമല്ല പാലിയേറ്റീവ് കെയർ. ഇപ്പോൾ എൻഡ് ഓഫ് ലൈഫ് മരണത്തോടടുക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു രോഗിക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താ? മാക്സിമം അയാളെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതാണ്. വേദന ഒഴിവാക്കുക, ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് സമാധാനത്തോടെ മരിക്കാനുള്ളൊരു സാഹചര്യം, അതിലും മരുന്നുകളുണ്ടാവും, അതൊക്കെ കൊടുത്ത് സമാധാനത്തോടെ മരിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ എൻഡ് ഓഫ് ലൈഫ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും നമ്മൾ വളരെ അഗ്രസീവായിട്ട് നമുക്ക് യാതൊരു ഔട്ട്കമ്മും അതിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത കേസുകളിൽ പോലും നമ്മൾ വളരെ അഗ്രസീവായിട്ട് CPR കൊടുത്തു, വെന്റിലേറ്റർ ഉപയോഗിച്ചു, വെന്റിലേറ്ററിൽ ഒരുപാട് ദിവസം സ്പെൻഡ് ചെയ്തു, പിന്നെ അവിടെ നിന്ന് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ്, ന്യൂമോണിയൊക്കെ കിട്ടി, പിന്നെ വളരെ ദാരുണമായൊരു മരണം വേണോ അതോ മരിക്കുമെന്ന് ഉറപ്പുള്ളൊരു കേസിൽ അല്ലെങ്കിൽ അധികം വൈകാതെ മരിക്കുമെന്ന് ഉറപ്പുള്ളൊരു കേസിൽ വളരെ സമാധാനത്തോടെ സന്തോഷം എന്നുള്ളത് പറയാൻ പറ്റില്ല, ബട്ട് സമാധാനത്തോടെ വേദനാരഹിതമായിട്ട് അയാളെ മരിക്കാൻ വിടണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത്തെ വാക്കാണ് അഡ്വാൻസ് കെയർ പ്ലാനിങ് എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ഒരു ബോധമുള്ളപ്പോൾ, നമ്മൾ കോൺഷ്യസ് ആയിരിക്കുമ്പോൾ, നമുക്ക് കൺഫ്യൂഷനോ ഓർമ്മക്കുറവോ ഡിമെൻഷ്യോ ഒന്നും വരാത്തൊരു സമയത്ത് പലപ്പോഴും ആളുകൾ ഈ അഡ്വാൻസ് കെയർ പ്ലാനിങ് ഒപ്പിട്ട് വയ്ക്കും. എനിക്കിനി എൻ്റെ ഹെൽത്ത് ഇവിടെ നിന്ന് ഡിറ്റീരിയറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മോശമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്കൊരു കാർഡിയാക് അറസ്റ്റ് ഭാവിയിൽ വന്നു കഴിഞ്ഞാൽ എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഇതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് അവിടെ ഉള്ളത് കേട്ടോ. എൻ്റെ ആഗ്രഹം ഇതാണ്, ഇതിന് ഇങ്ങനെയായിരിക്കണം ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു രോഗി അല്ലെങ്കിൽ ഒരു വ്യക്തി എഴുതി ഒപ്പിട്ട് വയ്ക്കുന്ന ഒരു ലീഗൽ ഡോക്യുമെൻ്റാണ് ഈ അഡ്വാൻസ് കെയർ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനിത് ആദ്യം വന്നപ്പോൾ ഒരു കൾച്ചറൽ ഡിഫറൻസ് എന്തായാലും ഉണ്ട്. നമ്മുടെ നാട്ടിൽ മരണത്തെ ഭയങ്കര വൈകാരികമായിട്ട് കാണുന്നത് അതിന് പല കാരണങ്ങളും ഉണ്ട്. ഈവൺ ഇഫ് നമുക്ക് നമ്മുടെ അച്ഛനോ അമ്മയോ വളരെ പ്രായമായി ഒരുപാട് രോഗങ്ങളുണ്ട്, ഒരു എൻഡ് ഓഫ് ലൈഫ് കെയറിലോട്ട് പോകണം അല്ലെങ്കിൽ CPR വേണ്ട എന്നുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് വേണമെന്നുണ്ടെങ്കിലും ഓക്കെ ഇവർ പറയുന്നതാണ് ശരി, സമാധാനത്തോടു കൂടിയുള്ളൊരു മരണം, കൂടെയുള്ളൊരു മരണം എൻ്റെ പാരൻസ് അർഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ പോലും പലപ്പോഴും നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ഒരുപാട് പ്രഷറും കുത്തുവാക്കുകളും ഒറ്റപ്പെടുത്തലുകളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. അച്ഛനമ്മയെ കൊല്ലാൻ വിട്ടു, തിരിഞ്ഞു നോക്കിയില്ല, അത് ചെയ്തില്ല, ചികിത്സ കൊടുത്തില്ല, അതില്ല എന്നുള്ള വളരെ ബാലിശമായിട്ടുള്ള വാദങ്ങളും ഇതിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഇതിൻ്റെ സംഗതി അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് എൻഡ് ഓഫ് ലൈഫ് കെയറും ഡിഗ്നിറ്റിയോടുകൂടെ മരിക്കാനുള്ള അവകാശം എന്നുള്ള കോൺസെപ്റ്റ് ഒന്നും മനസ്സിലാവാത്ത ആളുകൾ അവരുടെ കുത്തുവാക്കുകൾ, അവരുടെ ഒറ്റപ്പെടുത്തലുകൾ, പരിഹാസങ്ങൾ ഇതൊക്കെ കേൾക്കേണ്ടി വരുമ്പോൾ നമ്മളൊരു പ്രഷർ ചേമ്പറിൻ്റെ അകത്താണ്. ആ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റണം എന്നില്ല. ഇത് മാറി വരേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ജീവിക്കുമ്പോൾ എല്ലാ ഒരു ബഹുമാനത്തോടും കൂടി അല്ലെങ്കിൽ ഒരു ഡിഗ്നിറ്റിയോടു കൂടി ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതേ അവകാശം ആ മനുഷ്യൻ്റെ മരണത്തിൻ്റെ സമയത്തും ആ ഡിഗ്നിറ്റിയോടുകൂടെ മരിക്കാനുള്ളൊരു അവകാശം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ വാക്കുകൾ അത്രയും
കുറേ പേർക്കൊക്കെ അറിയാവുന്ന വാക്കുകളാണ്. ഞാൻ അറിയാത്തവരുടെ ശ്രദ്ധയിലോട്ടാണ് ഈ വാക്കുകളൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ മരണം എന്നുള്ളത് ഒരു അനിവാര്യതയാണ്. മരിക്കുമ്പോൾ ഡിഗ്നിറ്റിയോടുകൂടെ മരിക്കാനുള്ളൊരു അവകാശം മനുഷ്യന്മാർക്കുണ്ട്. അവരുടെ മരണം വേദനരഹിതമാക്കാനുള്ള എൻഡ് ഓഫ് ലൈഫ് കെയർ പോലുള്ള സംവിധാനങ്ങളുണ്ട്. CPR ചെയ്താലും രക്ഷപ്പെടില്ല, രക്ഷപ്പെട്ടാലും ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ മോശമായിരിക്കും എന്നൊരാൾ പറഞ്ഞു തരുമ്പോൾ, ഒരു ട്രെയിൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ പറഞ്ഞു വരുമ്പോൾ അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ളൊരു മാനസികാവസ്ഥ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും ഭാവിയിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഹെൽത്ത് കെയറിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കാരണം മോഡേൺ മെഡിസിൻ ഒരുപാട് അഡ്വാൻസ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ പതിറ്റാണ്ടുകളിലായിട്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസിയും വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. ഇനി ഇത് ബുദ്ധിമുട്ടാവാൻ പോകുന്നത്, ഇപ്പോഴുള്ള ലൈഫ് എക്സ്പെക്റ്റൻസി പിന്നെയും കൂടും. ഒരുപാട് പേര് 80കളിലും 90കളിലോട്ടൊക്കെ സുഖമായിട്ട് എത്തുന്നവർക്ക് ചിലപ്പോൾ ഒരുപാട് രോഗങ്ങളുണ്ടായിരിക്കും. അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അവരുടെ ഫ്രൈലിറ്റി, അവരുടെ ആരോഗ്യമെല്ലാം ക്ഷയിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് ഇതിനൊരു എത്തിക്കൽ ഒരു വശം കൂടെ ഉണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി നമ്മളൊരു വെൻറ്റിലേറ്റർ പോലുള്ളൊരു സൗകര്യം, അത് നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല, വളരെ വാല്യുബിൾ ആയിട്ടുള്ള റിസോഴ്സാണ് വെൻറ്റിലേറ്റർ എന്ന് പറയുന്നത്. വെൻറ്റിലേറ്റർ കെയറും അതുമായി ബന്ധപ്പെട്ട കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പിന്നെ വെൻറ്റിലേറ്റർ എന്ന് പറയുന്നത് വളരെ സുലഭമായിട്ടുള്ളൊരു സംഗതിയുമല്ല. കാരണം അതിനോടനുബന്ധിച്ചിട്ടുള്ള ചിലവും അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊരു അത്ര സുലഭമായിട്ടുള്ളൊരു സംഗതിയല്ല. അപ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫിൽ യാതൊരു വ്യത്യാസവും വരാത്ത വളരെയധികം രോഗാവസ്ഥകളൊക്കെ ഉള്ളൊരു വ്യക്തിക്ക് ഈ വെൻറ്റിലേറ്റർ നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ രക്ഷപ്പെടാമായിരുന്നൊരു ജീവൻ ഈ വെൻറ്റിലേറ്റർ കിട്ടുന്നില്ല. വെൻറ്റിലേറ്റർ കൊടുത്താൽ അതിൽ നിന്ന് റിക്കവറായി വരും, അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുമെന്ന് കരുതപ്പെടുന്നു, അല്ലെങ്കിൽ എവിഡൻസ് സജസ്റ്റ് ചെയ്യുന്ന ഒരു ജീവന് അതിനുള്ള അവസരം ഇല്ലാതാക്കുക കൂടിയാണെന്നുള്ളൊരു ലാർജർ പിക്ചർ ഇതിലുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ മനസ്സിൽ വെക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കൊന്നുമല്ല, വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. മരണം നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമല്ല. പക്ഷേ ഇനി നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും പ്രായമാവും, നമ്മളൊരു ദിവസം മരിക്കും. അപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും നമുക്കും നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഈ മരണവുമായി ബന്ധപ്പെട്ട് എന്നുള്ള ഒരു സംഗതി നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. താങ്ക് യു.